തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്നവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായാൽ അത് തിരികെ ലഭിക്കുന്നത് അപൂർവമാണ്. കളഞ്ഞു കിട്ടിയ 2.5 പവന്റെ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയാവുകയാണ് കൊട്ടാരക്കര പുത്തൂർ ചെല്ലം തിയേറ്ററിലെ ജീവനക്കാർ. കൊട്ടാരക്കരയിൽ നിന്ന് എസ് ഫിനീഷിന്റെ റിപ്പോർട്ട് കാണാമേ. സത്യസന്ധരായി ജീവിക്കുക, നിയമം പൂർണ്ണമായും പാലിച്ച് തന്നെ ജീവിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ശരിക്കും പുത്തൂരുള്ള ചെല്ലം തിയേറ്ററിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. ചെല്ലം തിയേറ്ററിലെ ജീവനക്കാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ശരിക്കും എന്തായിരുന്നു എന്ന് സംഭവിച്ചത്? നമുക്കിവിടെ ദീപു എന്ന് പറയുന്ന ഒരു ഫാമിലി പടം കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർ ചിത്രം കാണാൻ എത്തിയ സമയത്ത് 2 ദിവസം മുമ്പാണ് അവരിവിടെ പടം കാണാൻ എത്തി അവരുടെ കയ്യിലുള്ള ഒരു കൈച്ചെയിൻ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ആ നഷ്ടപ്പെട്ട കൈച്ചെയിന് അവർ പോയ വഴിക്ക് പലയിടത്തും നോക്കിയത് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റുള്ള ഓപ്ഷൻ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ലാൻഡ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ചേട്ടനെ വിളിച്ചിട്ട് സുരേഷ് കുമാർ മണി എന്നാണ് പേര്, പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ പുള്ളി രാജീവ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഇന്നലെ ബാൽക്കണി ഇന്ന സീറ്റ് നമ്പർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടിക്കറ്റ് വെച്ചിട്ട് ആ സീറ്റ് നമ്പറിൻ്റെ അടുത്തൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. എന്ന് വെച്ചാൽ രണ്ട് ദിവസം ആയതുകൊണ്ട് ഇത് സിനിമ കാണാൻ വന്നവർ തന്നെ പുറയിൽ ഇറങ്ങി വരുന്ന ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽപ്പെട്ട് ഇത് കൊണ്ടുപോവോ നമുക്ക് തരുമെന്നൊന്നും പറയാൻ ഉറപ്പില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് അന്ന് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു 2-3 ദിവസത്തെ വേസ്റ്റ് ആയതിനു ശേഷം മാത്രമേ അപ്പുറത്ത് ബർണറിൽ കൊണ്ടുവന്നത് കത്തിച്ച് കളയുള്ളൂ. അങ്ങനെ നമ്മുടെ വലിയ ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഡ്രമ്മിനകത്ത് വെച്ചിരുന്നത് രാജീവിനെ വിളിക്കുകയും പുള്ളിക്കാരനോടെ ചെന്ന് ഇത് ഓരോന്നോരോന്നായി എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്തു. അത് ചെക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് സ്വർണം കിട്ടുകയും അങ്ങനെ ഈ ബന്ധപ്പെട്ട ദീപുവിനെ ചേട്ടൻ വിളിച്ച് ദീപുവിൻ്റെ അടുത്ത് വിവരം പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ദീപു എത്തി. ദീപുവിന് ഒരു വിശ്വാസമില്ലായിരുന്നു ഇവിടുന്ന് ഈ സാധനം കിട്ടും എന്നുള്ളത്. ഒരു വിശ്വാസമില്ല. പുള്ളി ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു എനിക്കത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ഹോപ്പ് അത് വെച്ചിട്ടൊന്ന് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഇത് കൊടുക്കുകയും ചെയ്തു. ആ സന്തോഷം അന്നേരം തന്നെ പുള്ളി കെട്ടിപ്പിടിക്കുകയും പുള്ളിക്കൊരു ചെറിയൊരു സമ്മാനമൊക്കെ കൊടുത്തിട്ടാണ് പുള്ളി ഇവിടുന്ന് പോയത്. ഇതിനു മുമ്പ് ഇതുപോലുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മൊബൈൽ ഫോണ്, കാലി പേഴ്സുകൾ, നമ്മുടെ ആധാർ, പാൻ കാർഡ് അതുപോലുള്ള ഡീറ്റെയിൽ അടങ്ങിയ സാധനങ്ങൾ, സ്വർണ്ണമാലകൾ, പിന്നെ ക്യാഷ് എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ വരെയുള്ള ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേരം തന്നെ വന്ന ആൾക്കാർ കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കിടക്കുന്ന പേഴ്സുകൾ, കാലി പേഴ്സുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതൊന്നും ആരും എടുത്തിട്ട് പോകത്തില്ല. ഈ വാല്യൂ ഉള്ള സാധനങ്ങളെല്ലാം ആൾക്കാർ തിരക്കി വന്ന് അന്നേരം തന്നെ കൊണ്ടുപോകാറുണ്ട്. നിലവിൽ അതിപ്പം ഇവിടെ മൊത്തം നമുക്ക് 19 സ്റ്റാഫുകളാണുള്ളത്. ഈ 19 സ്റ്റാഫുകളും അത് കൂടാതെ ക്യാൻറ്റീൻ സ്റ്റാഫുകളുണ്ട്, തമിഴന്മാരാണ്. ആ പിള്ളേരും അതുപോലെ തന്നെയാണ്. എന്ത് സാധനം കിട്ടിയാലും അന്നേരം അത് ഓഫീസിലെത്തിക്കും. അത് ഓൾറെഡി നമ്മുടെ എം ഡി പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനങ്ങളുണ്ടെങ്കിലും ഒന്നീ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, ആളെത്തിയില്ലേ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചതിന് ശേഷം അതെന്തോന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാമെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ അറിയിപ്പോലും കൊടുക്കുന്ന സംവിധാനം സ്റ്റേഷനിൽ നമ്മൾ ഒരുപാടൊക്കെ ഇരിക്കുന്ന ഒരു കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമ്മുടെ ഫേസ്ബുക്ക് പേജുകളുണ്ട്. ചെല്ലം തിയേറ്ററിന് ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിലിടും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ നഷ്ടപ്പെട്ട ആൾ എന്തായാലും കോൺടാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ കോൺടാക്ട് ചെയ്ത് അവർ വന്ന് അതിൻ്റെ കാര്യം കാണിക്കുമ്പോൾ അവർക്ക് തന്നെ കൊടുത്തു വിടുകയും ചെയ്യും. അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം നമ്മുടെ തിയേറ്ററിൻ്റെ സെക്യൂരിറ്റി തൊട്ട് മുകളിൽ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും, സിനിമ ഓപ്പറേറ്റർ വരെ ഇന്ന ജോലി എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അയാൾ ആ ജോലി മാത്രമൊന്നുമല്ല. അപ്പം നമ്മുടെ എം ഡി എങ്ങനെയാണോ നമ്മുടെ അടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാവരും തിരിച്ചങ്ങോട്ട് നിൽക്കുന്നത്. ഒരു വീട് പോലെയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും അതെല്ലാം നികത്തി അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തരും നിൽക്കുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം വീടെന്നുള്ള രീതിയിൽ തന്നെ. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു സാധനം അപ്പുറത്തുനിന്ന് ഒരാൾ വന്നാൽ കിടന്നാൽ എങ്ങനെയാണ് നമ്മൾ എടുത്തവിടെ വെച്ചിട്ട് കൊടുക്കൂലേ? അത് തന്നെ ആ സിസ്റ്റം നമ്മൾ പിന്തുടർന്നാണ് പോകുന്നത്. ഇവിടെയുള്ള CCTV ക്യാമറകൾക്ക് ഒരുപക്ഷെ ചില തകരാറുകൾ സംഭവിച്ചാലും ഇവിടെയുള്ള ജീവനക്കാരുടെ മിഴികൾ ചിമ്മാതെ തന്നെ കൃത്യമായി അവർ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് സുരക്ഷിതമായി ഇവിടെ വന്ന് സിനിമ കണ്ട് കുടുംബസമേതം മടങ്ങാനുള്ള എല്ലാ സൗകര്യവുമാണ് ഇവിടെ ഉള്ളത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.